മൂന്നാം NDA സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായി തുടരുന്നതിനിടെ JDU എംപിമാരുടെ യോഗം ഇന്ന് ചേരും. ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ JDU അധ്യക്ഷൻ നിതീഷ് കുമാർ പങ്കെടുക്കുകയും ചെയ്യും. RK വീണ്ടും വിവരങ്ങളും ചെയ്യുന്നുണ്ട്. RK, യോഗത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു ബാർഗൈനിങ് ഏത് രീതിയിലാകണം എന്ന തരത്തിൽ തന്നെ ആകുമോ? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ JDU-വിന്റെയും ഒപ്പം തെലുങ്ക് ദേശത്തിന്റെയും യോഗമാണ് നടക്കാനായിട്ട് പോകുന്നത്. ഈ യോഗത്തിലെ രണ്ട് പാർട്ടികളും അവരവരുടെ നിർദ്ദേശങ്ങൾ, ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് ലഭിക്കും. രണ്ട് പാർട്ടികളുടെയും ദേശീയ അധ്യക്ഷന്മാരെന്ന രീതിയിൽ ചന്ദ്രബാബു നായിഡു ഒപ്പം നിതീഷ് കുമാറുമായിരിക്കും ഈ യോഗത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുക. എങ്ങനെയായിരിക്കണം ഈ മുന്നണിയിൽ പ്രവർത്തിക്കേണ്ടത്, അഥവാ മുന്നണിയുടെ ഭാഗമായിട്ട് എങ്ങനെയായിരിക്കും ഞങ്ങൾ നിലകൊള്ളുക എന്നതുൾപ്പെടെയുള്ള സന്ദേശങ്ങളാകും ഈ നേതാക്കന്മാർ ഇവർക്ക് നൽകുന്നത്. ഒപ്പം ഈ മന്ത്രിമാരൊക്കെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ഈ പാർട്ടികൾക്കുള്ളിൽ ഉണ്ടാക്കേണ്ടതാണ്. ഈ പാർട്ടികളിൽ തന്നെ മന്ത്രിസ്ഥാന മോഹികളുടെ എണ്ണം വലിയ രീതിയിൽ കൂടുതലാണ്. പ്രത്യേകിച്ച് തെലുങ്ക് ദേശത്തിന്റെ കാര്യമെടുക്കുമ്പോൾ ഇതിനകം തന്നെ ചില നേതാക്കന്മാർ പരസ്യമായിട്ട് തങ്ങൾക്ക് അർഹതയൊക്കെ ഉണ്ട് എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥ കൂടി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കുള്ളിലും ഒരു സമവായം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നടക്കും. 11 മണിക്കാണ് NDA-യുടെ യോഗം ചേരേണ്ടത്. അതിന് മുന്നോടിയായിട്ടായിരിക്കും ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ പോകുന്നത്. ഹാഷ്മി. ഓക്കെ, രാധാകൃഷ്ണ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഘടകകക്ഷികൾ കൂടുതൽ ശക്തി ഉണ്ടായൊരു രാഷ്ട്രീയ കാലാവസ്ഥയാണ്. സ്വാഭാവികം അവർ മുതലെടുക്കാൻ നോക്കും. അങ്ങനെ അതിനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആർക്കെല്ലാം എന്തെല്ലാം വകുപ്പുകൾ നൽകും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇന്ന് നമുക്കൊരു വ്യക്തമായ ചിത്രം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.